അതല്ലടോ, ഞാനല്ലാതെ വേറെ ഏതെങ്കിലും നല്ല വക്കീല് വധിച്ചിരുന്നെങ്കിൽ തന്റെ അച്ഛൻ ചിലപ്പോൾ ജാമ്യം കിട്ടിയേനെ. എനിക്ക് തോന്നി ഇയാൾ അതും ചിന്തിച്ചോണ്ടിരിക്കുമായിരിക്കുമെന്ന്. ഈ നിരാശ തനിക്ക് ഒട്ടും ചേരുന്നില്ല. നിരാശയല്ല, ഒരു തരം കുറ്റബോധം. ഓവർ കോൺഫിഡൻസ് ആയിരുന്നു എനിക്ക്. അതിന്റെ ഫലം ഇത്. ആത്മവിശ്വാസം ഉണ്ടെങ്കിലേ വിജയം നേടാൻ പറ്റൂ. ഇയാൾക്കതുണ്ട്. ജാമ്യം കിട്ടിയാലും കിട്ടിയില്ലേലും എന്റെ അച്ഛനു വേണ്ടി വാദിക്കാൻ വക്കീൽ കുപ്പായോട്ട് കയറിയില്ലേ, അതിന് ഒരുപാട് നന്ദിയുണ്ട്. ചിന്നു, മരണം സംഭവിച്ചത് ഫോസ്ഫറസ് മൂലം ഉണ്ടായ തീപിടുത്തം കൊണ്ടാണെന്ന് കോടതിയെ ധരിപ്പിക്കാൻ പറ്റിയല്ലോ. അതുകൊണ്ട് എന്താ പ്രയോജനം? പ്രയോജനമുണ്ട്. മണിമാല തിരക്കുന്ന പോലീസിന് ഫോസ്ഫറസ് അവിടെ എങ്ങനെ വന്നെന്നുകൂടി അന്വേഷിക്കേണ്ടി വരും. ആ അന്വേഷണം ചിലപ്പോ യഥാർത്ഥ കൊലയാളിയിലേക്ക് അവരെ എത്തിച്ചാലോ? ഇയാൾക്ക് ചിലപ്പോ പോലീസ് ഡ്രൈവറുടെ ബുദ്ധിയാ. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. എന്തു പ്രശ്നം? അത് ആ പോലീസുകാർക്ക് പ്രതിയായിട്ട് വേണ്ടത് അച്ഛനെ തന്നെയാ. അച്ഛനെ പ്രതിയാക്കാന്ന് അവരാർക്കോ വാക്കുകൊടുത്തിട്ടുള്ള പോലെയാ പെരുമാറ്റം. അതെ, പോലീസ് എഴുതി പിടിപ്പിച്ച ആ FIR-ന്റെ കോപ്പി വായിച്ചാലും അങ്ങനെ തോന്നും. പിന്നെ നിങ്ങൾ കൊട്ടാരത്തിൽ നിന്ന് സംഭവം നടന്ന അന്ന് തന്നെ മിസ്സിംഗ് ആയതും പോലീസിന്റെ സംശയത്തിന് ആക്കം കൂട്ടിയിട്ടുണ്ട്. 26-ാം തീയതിയാണ് അടുത്ത സിറ്റിംഗ്. അന്ന് കൊട്ടാരത്തിലെ ആശ്രിതനായ ദാസേട്ടൻ ഒരിക്കലും കൊട്ടാരത്തിലുള്ളവർക്ക് നേരെ തിരിയില്ലെന്നും വിശ്വാസവഞ്ചന കാണിക്കില്ലെന്നും ഉറപ്പു കൊടുക്കണം. ഉറപ്പു കൊടുക്കേണ്ടത് രാജകുടുംബത്തിലെ അംഗം തന്നെയാവണം. അല്ല, ഐശ്വര്യടുത്ത് രാജകുടുംബാംഗല്ലേ? എടോ, ഞാൻ പറഞ്ഞത് അർജുനേട്ടന്റെ ഭാര്യ ഐശ്വര്യലക്ഷ്മിയുടെ കാര്യ. അതെ, അത് താൻ ഐശ്വര്യടുത്തയോട് സംസാരിച്ച് 26-ാം തീയതി കോടതിയിൽ വന്ന് മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ദാസേട്ടൻ വിശ്വസ്തനാണെന്ന് പ്രസ്താവന കൊടുക്കാൻ പറയണം. ഞാനോ? അത് താൻ വിചാരിച്ചാൽ നടക്കും, എനിക്ക് ഉറപ്പാ. എങ്ങനെ? തനിക്ക് ആളുകളെ തഞ്ചത്തിന് മയക്കെടുക്കാൻ ഒരു പ്രത്യേക കഴിവുണ്ടല്ലോ. എങ്ങനെ? അതെടോ, എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചാ ഞാൻ പറഞ്ഞത്.